ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഴത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് 4 ഏലക്ക, അതുപോലെ ചെറിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഈ ഒരു ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അപ്പക്കാരം. 4 നന്നായി പഴുത്ത റോബസ്റ്റ് പഴമാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈസൂർ പഴം യൂസ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ബ്രൗൺ ഷുഗറും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഷുഗറിൻ്റെ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലോണം ഏലക്കായ് ഇതുപോലെ ജീരകത്തിൻ്റെ മിക്സ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അടുത്തതായി പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ. അതിനുശേഷം നേരത്തെ പൊടിച്ച പഞ്ചസാരേൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് മൈദയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചതിന് ശേഷമാണ് ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർക്കുന്നത്. അതിനുശേഷം കട്ടയൊക്കെ ഉടച്ച് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. ആ ബൗളിലെ വെള്ളത്തിലേക്ക് കൈ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇതുപോലെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെള്ളം കുറച്ച് ഡിപ്പാകുമ്പം തന്നെ അധികം മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ ഇതുപോലെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പായിട്ട് ഇത് വരികയും ചെയ്യും. ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കായപ്പത്തിനുള്ളതും. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കരിഞ്ചീരകമോ അല്ലെങ്കിൽ കറുത്ത വെള്ളമോ ചേർക്കാം. കുറച്ചുകൂടെ ടേസ്റ്റും കൂടെ ഉണ്ടാവും. അതിനുശേഷം ഈ ഒരു കളറിലാണ് ഇത് വേണ്ടത്. ഇപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഈ ഒരു കളറിലായിട്ട് കോരിയെടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കുക. ജസ്നസ്spices ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.